അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ MCQ 50 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ വിത്ത് ആൻസേഴ്സ് ആയിട്ട് ഞാൻ വന്നിട്ടുണ്ട്. സോ നമുക്ക് നേരം കളയാണ്ട ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. ബിക്കോസ് 50 ഒറ്റ വീഡിയോയിൽ കംപ്ലീറ്റ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. സോ ലെറ്റ് സി. സോ ബിഫോർ സ്റ്റാർട്ടിങ് എല്ലാവരും ഒരു പേനയും പേപ്പറും എടുത്തിരിക്കുക. നിങ്ങൾക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് അത് ഞാൻ ഓരോ ക്വസ്റ്റ്യന്റെയും ആൻസർ പറയുന്നതിന്റെ കൂടെ തന്നെ അല്ല ഐ മീൻ ഓപ്ഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ക്വസ്റ്റ്യൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ആ ക്വസ്റ്റ്യന്റെ ആൻസറും പറയും. സോ കറക്റ്റ് ആണെങ്കിൽ അത് ടിക്കിടുക, കറക്റ്റ് അല്ലെങ്കിൽ ഓഫ് കോഴ്സ് റോങ് ഇടുക. എന്നിട്ട് അവസാനം നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് താഴെ കമന്റ് ആയിട്ട് ഇടുക. ഇതിന് സക്സസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഇനിയും നെക്സ്റ്റ് സെറ്റ് ഓഫ് 50 ക്വസ്റ്റ്യൻസും ആയിട്ട് ഞാൻ വരാം. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇൻ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ലെഡ്ജർ അക്കൗണ്ട്സ് ആർ പ്രിപ്പയർഡ് വെൻ. എപ്പോഴാണ് നമ്മൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക? ഒന്ന് ബിഫോർ ജേർണൽ എൻട്രി, ജേർണൽ എൻട്രിക്ക് മുന്നേ, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആഫ്റ്റർ ജേർണൽ എൻട്രി. ജേർണൽ എൻട്രി അപ്ഡേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ലെഡ്ജർ അപ്ഡേറ്റ് ആവും. ഓർ മാനുവലി, നമ്മൾ മാനുവലി ചെയ്യുന്നതാണ്, അല്ലാതെ ഓട്ടോമാറ്റിക് അല്ല. അല്ലെങ്കിൽ മന്ത്ലി ബേസിസിലാണ് ലെഡ്ജർ അക്കൗണ്ട്. ഏതാണ്? നിങ്ങൾ ആലോചിച്ച് ആൻസർ ചെയ്യുക. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ബി, ഓട്ടോമാറ്റിക്കലി ആഫ്റ്റർ എൻട്രി. അതിനാണല്ലോ നമ്മൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഓട്ടോമേറ്റഡ് ആയിട്ടാണ് ഇതിലെ പല എൻട്രീസും അപ്ഡേറ്റ് ആവുന്നത്, അല്ലെ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പർപ്പസ് ഓഫ് പ്രിപ്പയറിംഗ് എ ട്രയൽ ബാലൻസ്. എന്തിനാണ് നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്? ഇതൊക്കെ നമ്മൾ നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ്? ഏതാണ് ആൻസർ വരാം? ഓപ്ഷൻ സി, ചെക്ക് ദ അരിത്തമെറ്റിക്കൽ ആക്യുറസി ഓഫ് ലെഡ്ജർ അക്കൗണ്ട്സ്. ഓക്കെ, ലെഡ്ജർ അക്കൗണ്ടിന്റെ അരിത്തമെറ്റിക്കൽ ആക്യുറസി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ട്രേഡിംഗ് അക്കൗണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ ട്രേഡിംഗ് അക്കൗണ്ട്? ട്രേഡിംഗ് അക്കൗണ്ടിൽ ഉൾപ്പെടാത്തത് ഏതൊക്കെയാണ്? ഏത് ട്രാൻസാക്ഷൻ ആണ് ട്രേഡിംഗ് അക്കൗണ്ടിൽ ഉൾപ്പെടാത്തത്? ഇതും ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. ട്രേഡിംഗ് അക്കൗണ്ടിനെ കുറിച്ച് പറയുമ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസ്, ക്ലോസിംഗ് സ്റ്റോക്ക്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇതിൽ ഏതാണ് ഉൾപ്പെടാത്തത്? ഓപ്ഷൻ സി, റെന്റ് ആണ്. ബിക്കോസ് ബാക്കിയെല്ലാം നമ്മൾ ആ പറഞ്ഞ കോളത്തിലുണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ്, അത് ഡെബിറ്റ് സൈഡിൽ വരുന്നതാണ്. ക്ലോസിംഗ് സ്റ്റോക്ക്, സെയിൽസ് ക്രെഡിറ്റ് സൈഡിൽ വരുന്നതാണ്. വേജസ് ഒരു ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. സോ അതും ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ വരുന്നതാണ്, അല്ലെ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ടേം ലെഡ്ജർ പോസ്റ്റിംഗ് റെഫേഴ്സ് ടു. എന്താണ് ലെഡ്ജർ പോസ്റ്റിംഗ് എന്നതുകൊണ്ട് ആൻസർ ആക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലെഡ്ജർ പോസ്റ്റിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്ഫറിങ് എൻട്രീസ് ഫ്രം ജേർണൽ ടു ലെഡ്ജർ. നമ്മൾ ജേർണൽ ഇത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് അല്ല, ഇത് മാനുവൽ അക്കൗണ്ടിങ്ങിനാണ്. കമ്പ്യൂട്ടറൈസ്ഡിനെ കുറിച്ചാണ് പറയണമെങ്കിൽ അത് സ്പെഷ്യലി മെൻഷൻ ചെയ്യും. ഓക്കെ, സോ ടേം ലെഡ്ജർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജേർണൽ എൻട്രീസിനെ നമ്മള് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് ലെഡ്ജർ പോസ്റ്റിംഗ്. ലെഡ്ജറിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിനാണ് ലെഡ്ജർ പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ കമ്പനി ഫൈനൽ അക്കൗണ്ട്സ് പ്രൊവിഷൻ ഫോർ ടാക്സസ് ഷോൺ ഉണ്ട്. കമ്പനി ഫൈനൽ അക്കൗണ്ട്സിൽ പ്രൊവിഷൻ ഫോർ ടാക്സ് എവിടെയാണ് ഷോ ചെയ്യുക? റിസർവ്സ് ആൻഡ് സർപ്ലസിലാണോ, കറന്റ് ലയബിലിറ്റിയിലാണോ, ഫിക്സഡ് ലയബിലിറ്റിയിലാണോ, കണ്ടിൻജന്റ് ലയബിലിറ്റിയിലാണോ? ഏതിലാണ് വരിക? യെസ്, ഓപ്ഷൻ ബി, കറന്റ് ലയബിലിറ്റിയിലാണ് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ എ പാർട്ട്ണർ ടേക്സ് ഓവർ ആൻ അസറ്റ് ഡ്യൂറിംഗ് ഡിസൊല്യൂഷൻ ദ എൻട്രി ഈസ്. ഒരു പാർട്ട്ണർ ഒരു അസറ്റ് ടേക്ക് ഓവർ ചെയ്യുമ്പോൾ ഡിസൊല്യൂഷന്റെ ടൈമിൽ അപ്പൊ വരുന്ന എൻട്രി ഏതാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഏതാണ് എൻട്രി വരിക? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യാണ് ചെയ്യുക. ഒരു പാർട്ട്ണർ ഡിസൊല്യൂഷന്റെ ടൈമിൽ അസറ്റ് ടേക്ക് ഓവർ ചെയ്യുമ്പോൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യും. ഓക്കെ,
വിച്ച് ഓഫ് ദ ഫോളോയിങ് അക്കൗണ്ട് വിൽ ഓൾവേസ് ഷോ എ ഡെബിറ്റ് ബാലൻസ്? ഏതാണ് എപ്പോഴും ഡെബിറ്റ് ബാലൻസ് ഷോ ചെയ്യുന്ന അക്കൗണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ. ഏതായിരിക്കും? അത് പർച്ചേസ് അക്കൗണ്ട് ആണ്. ഓക്കെ, ഇതൊന്നും ഞാൻ ഡീറ്റെയിൽ ചെയ്ത് പറയാത്ത, നമുക്ക് 50 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ നമുക്കതൊരു ഒറ്റ വീഡിയോയിൽ കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് തോന്നുന്നില്ല 50 ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ആവുന്നത്, ബട്ട് സ്റ്റിൽ ഐ ട്രൈ മൈ ബെസ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, അണ്ടർ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് വൗച്ചേഴ്സ് ആർ യൂസ്ഡ് ഫോർ? വൗച്ചേഴ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്? ഡോക്യുമെന്റേഷൻ ഓഫ് ട്രാൻസാക്ഷൻസ്, അതായത് വൗച്ചേഴ്സ് ഒക്കെ ട്രാൻസാക്ഷന്റെ ഡോക്യുമെന്റേഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് റിലേറ്റഡ് ടു റവന്യൂ റെക്കഗ്നീഷൻ. നമ്മൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് പറഞ്ഞിട്ടുള്ളതാണ്. എന്താണ് റവന്യൂ റെക്കഗ്നീഷനുമായിട്ട് ബന്ധപ്പെട്ട അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്? ഓപ്ഷൻ സി AS9 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലോസ് ഡ്യൂ ടു അബ്നോർമൽ ലീസണസ് കൺസൈൻമെന്റ് ഇൻ കൺസൈൻമെന്റ് ഈസ് കോൾഡ്? അതായത് അബ്നോർമൽ റീസൺ കൊണ്ടുവരുന്ന ലോസ് കൺസൈൻമെന്റിൽ എന്തായിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുക? അബ്നോർമൽ ലോസ്. ഓക്കെ, അബ്നോർമൽ റീസൺ കൊണ്ടുവരുന്ന ലോസ് അബ്നോർമൽ ലോസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറയുന്നത് എന്താണ്? അസറ്റ്, ലയബിലിറ്റി, ഇൻകം, ഡിസ്കൗണ്ട്. എന്തായിരിക്കും? ലയബിലിറ്റി ആണ് അല്ലെ? അസറ്റും ഇൻകവും ഏകദേശം നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നതാ. അപ്പൊ നമുക്ക് എന്തായാലും അത് രണ്ടും വരില്ല. സോ ലയബിലിറ്റി ആണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. നമുക്ക് കൊടുക്കാനുള്ള എക്സ്പെൻസ് ആണ്. നമ്മൾ കൊടുക്കാനുള്ളത് ഇതുവരെ കൊടുക്കാത്തൊരു എക്സ്പെൻസ് ആണ്. അടുത്തത്, ഇൻ പാർട്ട്ണർഷിപ്പ് ഗുഡ് വിൽ ബ്രോട്ട് ബൈ എ ന്യൂ പാർട്ട്ണർ ഇൻ ക്യാഷ് ഈസ്? അത് എന്തിലാണ്, ഏത് അക്കൗണ്ടിലാണ് ആഡ് ചെയ്യുക? ഏത് അക്കൗണ്ടിലാണ് ക്രെഡിറ്റ് ചെയ്യുക? സ്പെസിഫിക്കലി ഇതില് ക്രെഡിറ്റും ആണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഏത് അക്കൗണ്ടിലാണ് ക്രെഡിറ്റ് ചെയ്യുക? പുതിയ പാർട്ട്ണർ കൊണ്ടുവരുന്ന ഗുഡ് വില്ല്, അത് ഓപ്ഷൻ സി ക്രെഡിറ്റ് ടു ഓൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ, അടുത്തത് ക്യാപിറ്റൽ ബാലൻസ് ആഫ്റ്റർ അഡ്ജസ്റ്റ്മെന്റ് ഇൻ പാർട്ട്ണർഷിപ്പ് ഇസ് ട്രാൻസ്ഫർ ടു? പാർട്ട്ണർഷിപ്പിലെ ക്യാപിറ്റൽ ബാലൻസ് ആഫ്റ്റർ അഡ്ജസ്റ്റ്മെന്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എവിടേക്കാണെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിലാണ് ദ ക്യാപിറ്റൽ ബാലൻസ് ആഫ്റ്റർ അഡ്ജസ്റ്റ്മെന്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, എ പ്രൊവിഷൻ ഇസ് എ ഡാഷ്. ഒരു പ്രൊവിഷൻ എന്ന് പറയുന്നതുകൊണ്ട് എന്താണ് അർത്ഥാക്കുന്നതെന്നാണ് ചോദ്യം. എ പ്രൊവിഷൻ ഇസ് എ ലയബിലിറ്റി ഫോർ അൺനോൺ ഒബ്ലിഗേഷൻ ഓഫ് അൺസർട്ടൈൻ എമൗണ്ട്. ഓക്കെ, അൺനോൺ ഒബ്ലിഗേഷൻ ഓഫ് അൺസർട്ടൈൻ എമൗണ്ട്, അതായത് നമ്മൾ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് അങ്ങനെയൊക്കെ പറയുമല്ലോ. അതായത് അൺനോൺ ഒബ്ലിഗേഷൻ ആണ് പ്രൊവിഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആഫ്റ്റർ a partner retires and his amount is paid later, the amount due is shown under? ഒരു പാർട്ട്ണർ റിട്ടയർ ആയി, അയാൾക്കുള്ള എമൗണ്ട് പിന്നെ കൊടുക്കാം എന്ന് തീരുമാനിച്ചു. ആ എമൗണ്ട് എവിടെയാണ് ഷോ ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അത് എവിടെയാണ് ഷോ ചെയ്യുക? ലോൺ അക്കൗണ്ടിലാണ് ഷോ ചെയ്യുക. പാർട്ട്ണറുടെ ലോൺ അക്കൗണ്ടിലാണ് ആ കൊടുക്കാനുള്ള എമൗണ്ട് ഷോ ചെയ്യുക. അത് നമ്മുടെ ഒരു ലയബിലിറ്റിയാണ്, അതായത് ഓൾഡ് പാർട്ട്ണറുടെ ഒരു ലയബിലിറ്റിയാണ്. അടുത്തത്, പാർട്ട് ഓഫ് ഷെയർ ക്യാപിറ്റൽ വിച്ച് ഇസ് കോൾഡ് അപ്പ് ബൈ ദ കമ്പനി ഈസ് കോൾഡ്? അതായത് കമ്പനി കോൾ അപ്പ് ചെയ്യുന്ന ഷെയർ ഓഫ് പാർട്ട് ഓഫ് ഷെയർ ക്യാപിറ്റലിനെ എന്താണ് പറയുന്നത്? അതിന്റെ പേരാണ് കോൾഡ് അപ്പ് ക്യാപിറ്റൽ. ഓക്കെ, നെക്സ്റ്റ്, വിച്ച് അക്കൗണ്ട് ഇസ് പ്രിപ്പയർഡ് ടു റെക്കോർഡ് ഓൾ നോൺ ക്യാഷ് ട്രാൻസാക്ഷൻസ് ഡ്യൂറിംഗ് ഡിസൊല്യൂഷൻ? ഡിസൊല്യൂഷന്റെ ടൈമിൽ നോൺ ക്യാഷ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന അക്കൗണ്ട് ഏതാണെന്നാണ് ചോദ്യം. ഏതാണ്? റിയലൈസേഷൻ അക്കൗണ്ട്. റിയലൈസേഷൻ അക്കൗണ്ടിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് അല്ലെ? അടുത്ത ക്വസ്റ്റ്യൻ, എ കമ്പനീസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഇൻക്ലൂഡ്സ്? ഒരു കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷനിൽ വരുന്ന ഇൻക്ലൂഡ് ആവുന്ന സാധനം ഇതിലേതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, എ കമ്പനീസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അല്ല, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ഇൻക്ലൂഡ് ആവുന്നതാണ് ഓപ്ഷൻ സി ഡിവിഡൻഡ്. ഓക്കെ, അടുത്തത്, വിച്ച് കൺസെപ്റ്റ് അസ്യൂംസ് ദാറ്റ് ദ ബിസിനസ് വിൽ കണ്ടിന്യൂ ഇറ്റ്സ് ഓപ്പറേഷൻ ഇൻഡെഫിനിറ്റ്ലി? അതായത് അത് നമ്മൾ അക്കൗണ്ടിങ് കൺസെപ്റ്റിനെ കുറിച്ച് പറഞ്ഞിരുന്നു.
അപ്പൊ പറഞ്ഞിരുന്നു ഏത് കൺസെപ്റ്റ് ആണ് ഇൻഡെഫിനിറ്റ് ആയിട്ട് അക്കൗണ്ട് ഒരു ബിസിനസ് കണ്ടിന്യൂ ചെയ്യുന്നു പറയുന്നത്. ഓക്കെ, ഓപ്ഷൻ ബി ഗോയിങ് കൺസേൺ. ഓക്കെ, നെക്സ്റ്റ് ആണ് ഡെൽ ക്രെഡർ കമ്മീഷൻ ഇസ് ഗിവൺ ടു ദ കൺസൈനി ഫോർ. എന്തിനാണ് ഡെൽ ക്രെഡർ? ഇതും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഡെൽ ക്രെഡർ കമ്മീഷൻ എന്തിനാണ് കമ്പനിക്ക് ഐ മീൻ കൺസൈനിക്ക് കൊടുക്കുന്നത്? ഗ്യാരണ്ടിയിങ് കളക്ഷൻ ഫോർ ക്രെഡിറ്റ് കസ്റ്റമർ. ക്രെഡിറ്റ് കസ്റ്റമറുടെ കളക്ട് ചെയ്യും എന്നുള്ള ഒരു ഗ്യാരണ്ടി, അതിനു വേണ്ടിയിട്ടാണ് ഡെൽ ക്രെഡർ കമ്മീഷൻ കൺസൈനിക്ക് കൊടുക്കുന്നത്. കൺസൈനി ആരാണ്? ബ്രോക്കർ അല്ലെങ്കിൽ അതിന്റെ മിഡിൽ മാൻ എന്ന് പറയുന്ന ആള്. കൺസൈനർ ആണ് ഗുഡ്സിന്റെ ഓണർ. ഇതൊന്നും മറന്നു പോകരുത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ പാർട്ട്ണർഷിപ്പ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇസ് വാട്ട്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്താണ്, എന്തായിരിക്കും, എങ്ങനെയാണ് ഇത് ട്രീറ്റ് ചെയ്യേണ്ടത്? അതാണ് ക്വസ്റ്റ്യൻ. എങ്ങനെയാണ്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇസ് പ്രൊവൈഡഡ് ഓൺലി ഇഫ് ദർ ഇസ് എഗ്രിമെന്റ്. ഒരു എഗ്രിമെന്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുള്ളൂ. ഓക്കെ, എഗ്രിമെന്റ് ഇല്ലെങ്കിൽ ചെയ്യില്ല. അടുത്തതാണ് ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് പ്രിപ്പയറിംഗ് എ ട്രേഡിംഗ് അക്കൗണ്ട് ഇസ്. ഒരു ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിനുള്ള മെയിൻ ഒബ്ജക്റ്റീവ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. എന്താണ്? ടു കാൽക്കുലേറ്റ് ഗ്രോസ് പ്രോഫിറ്റ് ഓർ ഗ്രോസ് ലോസ്. നമ്മൾ ബാലൻസ് ക്യാരി ഡൗൺ കിട്ടുന്ന എമൗണ്ടിനെ ഗ്രോസ് പ്രോഫിറ്റ് ആയിട്ടാണ് നമ്മൾ കൂട്ടുക, അല്ലേ? എന്നിട്ട് അതിൽ നിന്ന് എക്സ്പെൻസ് അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഗ്രോസ് പ്രോഫിറ്റ് ആണ് P&L അക്കൗണ്ടിൽ ഇൻകംസ് ആഡ് ചെയ്ത് എക്സ്പെൻസ് മൈനസ് ചെയ്ത് നെറ്റ് പ്രോഫിറ്റ് കിട്ടുന്നത്, അല്ലെ? ടു കാൽക്കുലേറ്റ് ഗ്രോസ് പ്രോഫിറ്റ് ഓർ ഗ്രോസ് ലോസ്, അതിനാണ് ട്രേഡിംഗ് അക്കൗണ്ട് യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർ ഇസ് ടാലി? ടാലി എന്ന് പറയുന്ന, ടാലിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. എന്ത് കൈൻഡ് ഓഫ് സോഫ്റ്റ്വെയർ ആണ്? അതൊരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ അക്കൗണ്ട് യൂസ് ടു റെക്കോർഡ് പ്രോഫിറ്റ് ഓർ ലോസ് അറ്റ് ദ എൻഡ് ഓഫ് അക്കൗണ്ടിങ് പീരീഡ് ഇസ്. ഒരു എൻഡ് ഓഫ് അക്കൗണ്ടിങ് പീരീഡിൽ പ്രോഫിറ്റ് ഓർ ലോസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന, റെക്കോർഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അക്കൗണ്ട് ഏതാണ്? റെക്കോർഡ് ചെയ്യുന്ന അക്കൗണ്ട് ഏതാണ്? കൺഫ്യൂസ്ഡ് ആയിപ്പോയി. അതിന്റെ പേരാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് കഴിഞ്ഞ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കഴിഞ്ഞാലാണ് നമുക്ക് എൻഡ് ഓഫ് അക്കൗണ്ടിങ് പീരീഡിൽ പ്രോഫിറ്റ് ഓർ ലോസ് റെക്കോർഡ് ചെയ്യുന്ന അക്കൗണ്ട് ആയിട്ട് യൂസ് ചെയ്യുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫീച്ചർ ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്? കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിന്റെ ഫീച്ചർ അല്ലാത്തത് ശ്രദ്ധിക്കണം. ചിലപ്പോൾ വിച്ച് ഈസ് എ ഫീച്ചർ വരും, നോട്ട് എ ഫീച്ചർ വരും. അത് നല്ല ശ്രദ്ധിച്ചെഴുതണം. ഇതിനു മുമ്പത്തെ KFC കേരള ഫിനാൻസ് കോർപ്പറേഷൻ അക്കൗണ്ടിങ് എക്സാമ്പിൾ എനിക്ക് അങ്ങനെ ഒരു മിസ്റ്റേക്ക് വന്നിട്ട് എന്റെ നെഗറ്റീവ് മാർക്ക് പോയിട്ടുണ്ട്. സോ നിങ്ങൾ എല്ലാവരും അത് ശ്രദ്ധിക്കണം. ഞാൻ എന്റെ അനുഭവത്തിനടുത്ത് പറയണം. ഓക്കെ, സ്പീഡ്, ആക്യുറസി, സ്കാലബിലിറ്റി, ഡിലേ. ഇതിലേതാണ്? യെസ്, ഓപ്ഷൻ സി, ഡിലേ. നമ്മൾ എന്തിനാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ഉപയോഗിക്കുന്നത്? സ്പീഡ് കൂടാൻ. അപ്പൊ പിന്നെ ഡിലേ ആവില്ലല്ലോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഇൻടാഞ്ചിബിൾ അസറ്റ്? ഇൻടാഞ്ചിബിൾ അസറ്റ് എന്താണ്? കാണാനും തൊടാനും പറ്റാത്ത അസറ്റുകളാണ് ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയുന്നത്. ഏതാണ്? ട്രേഡ് മാർക്ക്. ട്രേഡ് മാർക്ക് ഒരു ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ്. അല്ലാതെ വേറെ ഏതാണ്ടാവുക? ഗുഡ്വിൽ ഒരു ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ്. നെക്സ്റ്റ്, ഗുഡ്വിൽ ഇസ് ഷോൺ ഇൻ ദ ബാലൻസ് ഷീറ്റ് ആസ്. ഗുഡ്വിൽ എന്തായിട്ടാണ്? നമ്മളിപ്പോ പറഞ്ഞതാണ്. ഗുഡ്വിൽ എന്തായിട്ടാണ് ബാലൻസ് ഷീറ്റിൽ ഷോ ചെയ്യുക? ഇൻടാഞ്ചിബിൾ അസറ്റ് ആയിട്ട്. ഓക്കെ, നെക്സ്റ്റ്. ലെഡ്ജർ ഇസ് എ ബുക്ക് ഓഫ് ഡാഷ്. ലെഡ്ജർ എന്ന് പറയുന്നത് എന്ത് എൻട്രി ആണ് ലെഡ്ജർ? ലെഡ്ജർ ഇസ് എ ബുക്ക് ഓഫ് ഫൈനൽ എൻട്രി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഈസ് ദ ജേർണൽ എൻട്രി ഫോർ ഡിപ്രീസിയേഷൻ ചാർജ്ഡ് ഓൺ ഫർണിച്ചർ? ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുമ്പോൾ വരുന്ന ജേർണൽ എൻട്രി എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എന്താണ്? ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഫർണിച്ചർ അക്കൗണ്ട്. ഓക്കെ, ഡിപ്രീസിയേഷനെ ഡെബിറ്റ് ചെയ്യും, ഫർണിച്ചറിനെ ക്രെഡിറ്റ് ചെയ്യും. ഓക്കെ, അത് മാറിപ്പോകരുത്. ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഫർണിച്ചർ അക്കൗണ്ട്. Retiring partners' share in goodwill is adjusted through
റിട്ടയറിംഗ് പാർട്ട്ണറിന്റെ ഗുഡ് വില്ല് എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. എങ്ങനെയാണ്? ക്യാപിറ്റൽ അക്കൗണ്ട് ഓഫ് കണ്ടിന്യൂയിങ് പാർട്ട്ണറിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് അത് അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ദ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് റിലേറ്റഡ് ടു ഡിസ്ക്ലോഷർ ഓഫ് അക്കൗണ്ടിംഗ് പോളിസീസ്. അക്കൗണ്ടിംഗ് പോളിസീസിന്റെ ഡിസ്ക്ലോഷറുമായി ബന്ധപ്പെട്ട അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്. ഇതും ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട്. ഡിസ്ക്ലോഷർ ഓഫ് അക്കൗണ്ടിംഗ് ഏതാണ്? ഓപ്ഷൻ എ, AS1. ഓക്കെ. അടുത്തത്, പാർട്ട്നേഴ്സ് ലോൺ ടു ഫേമേഴ്സ് ഷോൺ ഇൻ ഏത് അക്കൗണ്ടിലാണ് പാർട്ട്ണറിന്റെ ലോൺ ഷോ ചെയ്യുന്നത്? ലോൺ അക്കൗണ്ടിന്റെ ലയബിലിറ്റി സൈഡിലാണ് പാർട്ട്ണറിന്റെ ലോൺ ഷോ ചെയ്യുക. അടുത്തത്, അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ഹെൽപ്സ് ഇൻ. എന്തിനാണ് അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ഹെൽപ്പ് ചെയ്യുന്നതെന്ന്? ഇത് ഓപ്ഷൻ തന്നെ വളരെ ഫണ്ണിയാണ്. നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. മേക്കിംഗ് ഫോൺ കോൾസ് ആണോ? അല്ല. എസ്സേ എഴുതാനാണോ? അല്ല. ഇന്റർനെറ്റിൽ ബ്രൗസ് ചെയ്യാനാണോ? അല്ല. അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗുഡ്വിൽ ഈസ് റെക്കോർഡഡ് ഇൻ ദ ബുക്സ് വെൻ. ഗുഡ്വിൽ എപ്പോഴാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക? ബുക്സിൽ ഗുഡ്വിൽ റെക്കോർഡ് ചെയ്യുന്നത് ഗുഡ്വിൽ പർച്ചേസ് ചെയ്യുമ്പോഴാണ് ഗുഡ്വിൽ റെക്കോർഡ് ചെയ്യുക. ഓക്കെ. അടുത്തത്, ക്യാരേജ് ഇൻവേർഡ് ഇസ് ഷോൺ ഇൻ. ക്യാരേജ് ഇൻവേർഡ് എവിടെയാണ് ഷോ ചെയ്യാനാണ് ചോദിക്കുന്നത്. ക്യാരേജ് ഇൻവേർഡ് ഷോ ചെയ്യുക ബാലൻസ് ഷീറ്റിലാണ്. അത് മാറിപ്പോകരുത്. ഓക്കെ, സോറി. ക്യാരേജ് ഇൻവേർഡ് ഷോ ചെയ്യുക ബാലൻസ് ഷീറ്റിലല്ലാതെ ക്യാരേജ് ഔട്ട്വേർഡ് ആണ്. ക്യാരേജ് ഇൻവേർഡ് എന്ന് പറയുന്നത് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. സോ അത് ഷോ ചെയ്യുക ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ്. ഓക്കെ. അത് മാറിപ്പോയി. അത് എനിക്ക് മാറിയ പോലെ നിങ്ങൾക്ക് മാറരുത്. എക്സാമിന് മാറിപ്പോരുത്. ഓക്കെ. എനിക്ക് ഇന്നത് മാറില്ല, നിങ്ങൾക്കും അത് മാറരുത്. ദ ബാലൻസ് ഇൻ റിയലൈസേഷൻ അക്കൗണ്ട് അറ്റ് ദ എൻഡ് ഓഫ് ഡിസൊല്യൂഷൻ റെപ്രസെന്റ്സ്. റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ബാലൻസ് ഡിസൊല്യൂഷന്റെ ടൈമില് എന്തായിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? അത് പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ റിയലൈസേഷൻ ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അത് ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളത്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ബാലൻസ് ഓഫ് ദ ക്യാപിറ്റൽ അക്കൗണ്ട് ഇൻ എ പാർട്ട്ണർഷിപ്പ് ഫേം അപ്പിയേഴ്സ് ഇൻ. പാർട്ട്ണർഷിപ്പ് ഫേമിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് എന്തായിട്ടാണ് കൺസിഡർ ചെയ്യാം? ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡ്. ഓക്കെ. ക്യാപിറ്റൽ എന്താണെന്നാണ് നമ്മൾ പറഞ്ഞത്? ലയബിലിറ്റി ആണ് ഫേമിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫൈനൽ അക്കൗണ്ട് ഓഫ് എ സോൾ ട്രേഡർ ഇൻക്ലൂഡ്. ഒരു സോൾ ട്രേഡറുടെ ഫൈനൽ അക്കൗണ്ടിൽ എന്തൊക്കെ വരും എന്നാണ് ക്വസ്റ്റ്യൻ. ഇത് നമ്മൾ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ക്ലാസ്സിൽ. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. ട്രേഡിംഗ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് ഇതെല്ലാം സോൾ ട്രേഡറുടെ ഫൈനൽ അക്കൗണ്ടിൽ വരുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് എൻട്രി ഈസ് പാസ്ഡ് വെൻ ഗുഡ്സ് ആർ കൺസൈൻഡ്. ഗുഡ്സ് കൺസൈൻ ചെയ്യുമ്പോൾ ഏത് എൻട്രിയാണ് പാസ് ചെയ്യുന്നത്? കൺസൈൻമെന്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഗുഡ്സ് സെൻഡ് ടു കൺസൈൻമെന്റ് അക്കൗണ്ട്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അതെ. നെക്സ്റ്റ്, ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് പ്രിപ്പയറിംഗ് എ ട്രേഡിംഗ് അക്കൗണ്ട്. എന്തിനാണ് ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്? ഇത് നമ്മൾ ഓൾറെഡി നേരത്തെ വന്നാന്ന് തോന്നുന്നു. ഓക്കെ. ട്രേഡിംഗ് എന്നാലും നമുക്ക് ഒന്നുകൂടെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ക്ലിയർ ആവുമല്ലോ. ട്രേഡിംഗ് അക്കൗണ്ട് എന്തിനാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ടു കാൽക്കുലേറ്റ് ഗ്രോസ് പ്രോഫിറ്റ് ഓർ ഗ്രോസ് ലോസ്. ഗ്രോസ് പ്രോഫിറ്റ് ആണ് ട്രേഡിംഗ് അക്കൗണ്ട്, പിന്നെ നെറ്റ് പ്രോഫിറ്റ് ആണ് P&L അക്കൗണ്ട്. അത് മാറിപ്പോകരുത്. ഓക്കെ. അടുത്തതാണ്, അഡ്മിഷൻ ഓഫ് എ ന്യൂ പാർട്ട്ണർ യൂഷ്വലി റിക്വയർസ്. ഒരു ന്യൂ പാർട്ട്ണറുടെ അഡ്മിഷൻ എന്താണ് ആവശ്യം എന്നുള്ളതാണ്. റിവാലുവേഷൻ ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റീസ്. ഒരു പാർട്ട്ണർ പുതുതായിട്ട് വരുമ്പോൾ നമ്മൾ അസറ്റ് ഒക്കെ റിവാല്യൂ ചെയ്യും, അറിയാമല്ലോ. അതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ. ഇതും നിങ്ങൾക്ക് പഠിക്കേണ്ട കാര്യം തന്നെയല്ലേ. ഞാൻ കുറെ വട്ടം ടാലിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പഠിച്ച കോഴ്സാണ് എന്നൊക്കെ പറഞ്ഞതല്ലേ. അതെ, ടാലിയാണ് കറക്റ്റ് ആൻസർ. വിൻഡോസ് അല്ല, ഫോട്ടോഷോപ്പ് അല്ല, MS പെയിന്റ് അല്ല. അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ടാലിയാണ്. ഓക്കെ. നെക്സ്റ്റ്, ദ പോർഷൻ ഓഫ് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു ഷെയർ ഹോൾഡർ ഇസ് കോൾഡ്. പ്രോഫിറ്റിന്റെ പോർഷൻ ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആ പോർഷൻ എന്താണ് പറയുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. എന്താണ്?
ഡിവിഡൻഡ് ആണ് ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന പോർഷൻ ഓഫ് പ്രോഫിറ്റ്. നെക്സ്റ്റ്, ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഈസ് ഷോൺ ആസ്, നമുക്ക് അഡ്വാൻസ് ആയിട്ട് കിട്ടാനുള്ള ഇൻകം കിട്ടി, അതെന്താണ്? നമ്മളുടെ ലൈബിലിറ്റി ആണ് അല്ലെ? നമുക്ക് ഓൾറെഡി നമുക്ക് ഇപ്പൊ കിട്ടേണ്ട ആവശ്യമില്ല, ഭാവിയിൽ കിട്ടേണ്ട ഇൻകം നമുക്ക് അഡ്വാൻസ് ആയിട്ട് ഇപ്പൊ കിട്ടി. അപ്പൊ എന്താവും? നമുക്ക് അപ്പൊ കിട്ടില്ല, കാരണം ഓൾറെഡി ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ട്. സോ നമ്മളത് ലൈബിലിറ്റി ആയിട്ട് വേണം കൺസിഡർ ചെയ്യാൻ. ഇതും ഞാനന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്തത്, ഇൻ കേസ് ഓഫ് ഇൻസോൾവൻസി ഓഫ് എ പാർട്ണർ ദ ഡെഫിഷ്യൻസി ഈസ് ബോൺ ബൈ, അതായത് നമ്മളുടെ ഒരു പാർട്ണറിന്റെ എന്താ പറയാ ഇൻസോൾവൻസി അല്ലെങ്കിൽ പാപ്പരായി കഴിഞ്ഞാൽ അതിനുണ്ടാവുന്ന നഷ്ടം ആര് വേണം സഫർ ചെയ്യാൻ? ആര് വേണം? സോൾവെന്റ് പാർട്ട്നേഴ്സ് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയില് സോൾവെന്റ് ആയിട്ടുള്ള, അതായത് പാപ്പരാവാത്ത പാർട്ട്നേഴ്സ് വേണം അത് ബോൺ ചെയ്യാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ കൺസൈൻമെന്റ് ട്രാൻസാക്ഷൻ ഇസ് ബിറ്റ്വീൻ, ഒരു കൺസൈനർ ട്രാൻസാക്ഷൻ ആരൊക്കെ തമ്മിലാണ്? ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? അതൊരു പ്രിൻസിപ്പളും ഏജന്റും തമ്മിലാണ്. കൺസൈനി ആരാണ്? ഏജന്റ് ആണ്. കൺസൈനർ ഓണർ അഥവാ പ്രിൻസിപ്പൾ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾ റിക്വയർസ് റെക്കോർഡിംഗ് റവന്യൂ വെൻ ഇറ്റ് ഈസ് ഏൺഡ് ആൻഡ് നോട്ട് വെൻ റിസീവ്ഡ്? നമ്മൾ പ്രിൻസിപ്പിൾസ് പറഞ്ഞതാണ്, നമുക്ക് ഒരു റവന്യൂ കിട്ടുമ്പോൾ, അതായത് എപ്പോഴാണോ ഏൺ ചെയ്യുന്നത്, ഏൺ ചെയ്യലും റിസീവ് ചെയ്യുന്നതും ഡിഫറെന്റ് ആണ്. റിസീവ് ചെയ്യാന്ന് പറഞ്ഞാൽ ഫിസിക്കലി നമ്മുടെ കയ്യിൽ കിട്ടുക, ഏൺ ചെയ്യാൻ പറഞ്ഞാൽ എപ്പോഴാണോ നമ്മൾ അതിന് അർഹനാവണം ആ എമൗണ്ട് കിട്ടാൻ, അതാണ്. അപ്പൊ ഏൺ ചെയ്യുമ്പോഴാണ്, അല്ലാതെ കാശ് കൈ കിട്ടുമ്പോഴല്ല നമ്മൾ ആ റെക്കോർഡ് ചെയ്യേണ്ടത് എന്നുള്ളത് ഏത് പ്രിൻസിപ്പിൾ പ്രകാരമാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ ഇസ് ബി, അക്രൂവൽ പ്രിൻസിപ്പിൾ അല്ലെ? മാച്ചിങ് അല്ല, കൺസിസ്റ്റൻസി അല്ല, ഗോയിങ് കൺസേൺ അല്ല, അക്രൂവൽ പ്രിൻസിപ്പിൾ. അടുത്തത്, ഇൻ ദ ഫൈനൽ അക്കൗണ്ട് ഓഫ് എ സോൾ ട്രേഡർ ക്ലോസിംഗ് സ്റ്റോക്ക് ഇസ് ഷോൺ. ഒരു ഫൈനൽ അക്കൗണ്ടിന്റെ സോൾ ട്രേഡറുടെ ഫൈനൽ അക്കൗണ്ടിൽ ക്ലോസിംഗ് സ്റ്റോക്ക് എവിടെയാണ് കാണിക്കുക എന്നുള്ളതാണ് ചോദ്യം. ഇൻ ബോത്ത് ട്രേഡിംഗ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. ട്രേഡിംഗ് അക്കൗണ്ടിലും ബാലൻസ് ഷീറ്റിലും നമ്മളത് കാണിക്കും. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ദ അക്കൗണ്ട് വിച്ച് ഷോസ് ദ നെറ്റ് പ്രോഫിറ്റ് ഓർ എ നെറ്റ് ലോസ് ഓഫ് എ ബിസിനസ് ഇസ്. ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞു, ഗ്രോസ് പ്രോഫിറ്റിന്റെ കാര്യം പറഞ്ഞപ്പോ നെറ്റ് പ്രോഫിറ്റ് എവിടെ കാണിക്കുക എന്നുള്ളത്. ഡി, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അത് മാറിപ്പോരുത്. ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മൾ ഓടിച്ചൊറ്റ ക്വസ്റ്റ്യൻ ഒറ്റ ഇതിൽ തീർത്തു. വിച്ച് item is deducted from gross profit in the profit and loss account? അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡിഡക്ട് ചെയ്യുന്ന ഒരു ഐറ്റം ഇതിൽ ഏതാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ സെയിൽസ് ആണോ? അല്ല. സെയിൽസ് ഏതിലാ വരിക? ട്രേഡിംഗ് അക്കൗണ്ടിലാ വരിക, അത് മറന്നു പോകരുത്. അതുപോലെ ഓപ്പണിംഗ് സ്റ്റോക്ക് ആണോ? അത് ട്രേഡിംഗ് അക്കൗണ്ടിൽ നമ്മൾ ആഡ് ചെയ്യാണ് ചെയ്യുക. പിന്നെന്താ, ക്യാരേജ് ഇൻവേർഡ് ആണോ? അല്ല. അതെന്തിലാ വരിക? അതും ട്രേഡിംഗ് അക്കൗണ്ടിലാ വരിക. സാലറീസ് ആണ് P&L അക്കൗണ്ട് വരുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ ഡി, സാലറീസ്. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മളുടെ എന്താ പറയാ MCQ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ. നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ പ്ലീസ് കമന്റ് ബിലോ, നമുക്ക് ഇതിന്റെ അടുത്ത് സെറ്റ് ചെയ്യാം. അതുപോലെ നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നെക്സ്റ്റ് നമ്മൾ എടുക്കാൻ പോകുന്നത് മാനേജറിയൽ എക്കണോമിക്സിന്റെ ക്ലാസ് ആണ്. അതുപോലെ അതിന്റെ ഇടയിൽ ഞാൻ മാനേജ്മെന്റിന്റെ MCQ കൂടെ ഇടാം, കാരണം ഇത് 2 മൊഡ്യൂളാണ് നമ്മൾ തീർത്തത്. നിങ്ങൾക്ക് ഇതിൽ കിട്ടിയ മാർക്ക് എത്രയാണ് എന്നുള്ളത് കമന്റ് വരും. ഞാനിതിൽ എന്നെ കൊണ്ട് പറ്റുന്ന തരത്തിലുള്ള സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ആഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. ആ സിലബസിലെ എല്ലാ ടോപ്പിക്കും കവർ ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ട് ആ ഒരു മൊഡ്യൂളിലെ. സോ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിട്ട് തരാണെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.